അന്തരീക്ഷത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ആഗോളതാപനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മരങ്ങൾ സംരക്ഷിക്കാനാണ് പൊതുവേ നമ്മൾ കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കാറ്. മരങ്ങൾ എന്നും ചുറ്റും നട്ടുപിടിപ്പിക്കാനും അവ സംരക്ഷിക്കാനാണ് നിർദ്ദേശങ്ങൾ കൊടുക്കാറ്. അപ്പോൾ ഈ മരങ്ങൾ മുറിക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ പ്രതികരിക്കാൻ വേണ്ടി എത്തിയതാണ്. മരങ്ങൾ തലങ്ങും വിലങ്ങും വെട്ടിയിട്ട കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചിട്ട് അധികൃതരെ ഒന്ന് ഞങ്ങളുടെ സങ്കടം ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. വനവകുപ്പിനെയും പിന്നെ നമുക്ക് പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കാമല്ലോ. ഇതിനെതിരെ ഒരു നടപടിയെടുക്കാൻ ഞങ്ങളുടെ സ്കൂളിലെ ചന്ദ്ര മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് നീല യൂണിഫോമിലുള്ളത്. അവർ സീഡ് അംഗങ്ങൾ, മാതൃഭൂമി നടത്തുന്ന സീഡ് പരിപാടിയുണ്ട്, അതിലെ സജീവ അംഗങ്ങളും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേറെ രാമോർമ്മ ഒരു സ്കൂളിലെ കുട്ടികളും കൂടി ഞങ്ങൾ 2 സ്കൂളുകളും കൂടി ടൗണിൽ ഇപ്പോൾ യാത്രീ നിവാസിൻ്റെ മുന്നിലും പിന്നെ രാമനിലയത്തിൻ്റെ മുന്നിലും ഉള്ള മരങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ടത്. വഴിയോരത്ത് നന്നായി തണൽ വിരിച്ച് നിൽക്കുന്ന മരങ്ങളാണ് മുറിച്ചിട്ടത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ സീഡിൻ്റെ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ആ പാലമരത്തിൻ്റെ മുകളിൽ ആണിയടിച്ചൊരു പരസ്യം വെച്ചിരുന്നു. അത് ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ഇവിടെ ഒരു മെമ്മോറാണ്ടം കൊടുത്തിരുന്നു. പക്ഷേ ആ മരം തന്നെ മുറിച്ചിട്ടത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞങ്ങൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ വെച്ചാൽ. പക്ഷേ അത് അറിയാൻ കഴിഞ്ഞത് ഇനിയും കൂടുതൽ മരങ്ങൾ അവർ മുറിക്കാൻ പദ്ധതി ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞത് അത് തടഞ്ഞിട്ടുണ്ട്. ഫോറസ്ട്രി ഓഫീസർ വിജയൻ സാർ പറഞ്ഞ് അതെല്ലാം നിർത്തി വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും പിന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയുള്ള അവരാണ് ഇവരോട് ഫോറസ്ട്രിയിൽ അപേക്ഷിച്ചത്. അപ്പോൾ അവർ അങ്ങനെയാണ് അനുമതി കൊടുത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാറ് ഇത് നിർത്തിവെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഇതിനെതിരെ എല്ലാവരെയും ഒന്ന് ബോധവൽക്കരിക്കാൻ വെച്ചാൽ പബ്ലിക്കായിട്ട് കുട്ടികളെ കൊണ്ടൊന്ന് ഇറങ്ങിയതാണ്. എൻ്റെ പേര് സുമംഗല.